സുഹൃത്തുക്കളെ, അധിക കാലമൊന്നും ആയിട്ടില്ല. 2011 ജനുവരി 28 ബ്രസീലിൽ നടന്ന ഒരു സംഭവമാണ്, ഒരു കഥയാണ്, ഒരു ജീവിതമാണ് ഈ പറയുന്നത്. അവിടെ ബ്രസീൽ സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടി, റൊസാഞ്ചലെ ഡോസ് സാന്റോസ് എന്ന് പറയുന്ന ഒരാള്, 37 വയസ്സ്. ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് വലിയ അറ്റാക്കും മറ്റൊക്കെ വരുന്നു. അവരെ കൊണ്ടുപോയിട്ട് നേരെ എന്താ പറയുക, സെപ്റ്റീവ് ഷോക്കൊക്കെ പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. 2011 ജനുവരി 28 ബ്രസീലിൽ നടന്ന ഒരു കഥയാണ്. ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കഥയാണ്. അവിടെ ബ്രസീലിയൻ സ്വദേശിനിയായിട്ടുള്ള റൊസാഞ്ചലെ ഡോസ് സാന്റോസ് എന്ന് പറയുന്ന 37 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കഥ. അവർക്ക് പെട്ടെന്നൊരു അറ്റാക്ക് വരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് 2 തവണ അവർക്ക് അറ്റാക്ക് ഉണ്ടായതായിട്ട് ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്. ഈ 2 തവണ അറ്റാക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവരെ മരിച്ചതായിട്ട് സ്ഥിരീകരിക്കുന്നു. അവർ മരിച്ചു. പെട്ടെന്ന് ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നൊക്കെ ഇവരെ മരണരേഖയിലുണ്ട്. പിറ്റേ ദിവസം അവിടെയുള്ളൊരു സെൻഹോറ എന്ന് പറയുന്ന സന്താന സെമിത്തേരിയിൽ ആ ഒരു പെൺകുട്ടിയെ അടക്കം ചെയ്യുന്നു. അടക്കം ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട്, അന്ന് ഈ കല്ല് കൊണ്ടുള്ള ഒരു സെമിത്തേരിയാണ്, സിമെന്റൊക്കെ വെച്ചിട്ട് അടച്ചിട്ടുള്ള സെമിത്തേരിയല്ല. 2 ദിവസം കഴിഞ്ഞ് ഇവരെ അടക്കം ചെയ്ത സെമിത്തേരിയിൽ നിന്ന് ചുറ്റുമുള്ള ആളുകളൊക്കെ ഭീകരമായ ശബ്ദങ്ങളൊക്കെ കേട്ടു. അലറുവിളികൾ, ഭയങ്കരമായിട്ടുള്ള ഞരക്കങ്ങൾ ഒക്കെ കേട്ടു. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമല്ല, ചിലപ്പോൾ അവർക്കൊക്കെ തോന്നിയതാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതൊക്കെ ഒഴിവാക്കി. പക്ഷേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് 2-3-4 ദിവസം ഇതിനെ ആവർത്തിച്ചു. ഇവരുടെ അലറുവിളിച്ചയും ഒരു അലറുവിളിച്ച സെമിത്തേരിയിൽ നിന്നാണ്, ആ ശവക്കലറിൽ നിന്നാണ്. അപ്പോൾ ഈ ശവക്കലറിൽ നിന്നാണോ എന്ന സംശയം ഉണ്ടായത് ഏകദേശം ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇവരൊരു 15 ദിവസം കഴിഞ്ഞിട്ട് ഈ ശവക്കലറ തുറന്നു നോക്കി. ശവക്കലറ തുറന്നു നോക്കിയപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഞെട്ടിപ്പോയി. കാരണം ആ ശവപ്പെട്ടി പുറത്തെടുത്തപ്പോൾ മൃതദേഹത്തിന് അപ്പോഴും ചൂടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു പെട്ടി തുറക്കുന്നതിനും വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് ആ പെൺകുട്ടി മരിച്ചിട്ടുള്ളൂ എന്നർത്ഥം. ഇവർ മരിച്ചിട്ടുണ്ടാകില്ല. ഒരല്പം നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവർ മരിച്ചിട്ടുള്ളൂ. അവരുടെ നോക്കുമ്പോൾ അവരുടെ നെറ്റിയിൽ മുറിവുണ്ട്. അവരുടെ നഖം മുഴുവൻ ഈ ശവപ്പെട്ടി മാന്തി പൊളിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് നഖമൊക്കെ പൊട്ടി കീറിപ്പോയിട്ടുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയാവോ അതൊക്കെ ആ പാവം പെൺകുട്ടി ചെയ്തിട്ടുണ്ടെന്നർത്ഥം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അവർ മരിച്ചു എന്ന് വിചാരിച്ചേ. ഡോക്ടേഴ്സിന് ഇവർ മരിച്ചു എന്നുള്ളൊരു വിവരമാണ് അപ്പോൾ കിട്ടിയത്. പക്ഷേ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ളൊരു മരണം, ഏറ്റവും നമ്മളൊക്കെ എന്താ പറയുക, സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മരണമാണ് ആ ഒരു പെൺകുട്ടിക്ക് കിട്ടിയതെന്നർത്ഥം. ഇതിന് പറയുന്നത് പ്രിമാച്വർ ബെറിയൽ എന്നാണ്. മരണമായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് പലപ്പോഴും ജീവനുള്ള ആളുകളെ അടക്കം ചെയ്യുക. മുൻകാലങ്ങളിൽ നമ്മുടെ മെഡിക്കൽ ടെക്നോളജി അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്തൊരു സമയമായിരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2011 എന്നൊക്കെ പറയുന്നത് അത്തരമൊരു കാലമല്ല. ഇത് എന്തുകൊണ്ട് എന്ന് ശാസ്ത്രീയമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കറ്റലപ്സി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് കോമ ലൈക്ക് സ്റ്റേറ്റ് ആണ്. കോമയായെന്ന് വിചാരിക്കും. അതായത് ശരീരം മുഴുവൻ ഡെഡായപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ശ്വാസം, ഹൃദയമിടിപ്പ് തുടങ്ങിയവ മന്ദമാകുന്നതുകൊണ്ട് ഒരുപക്ഷെ വളരെ പതുക്കെ ആയിരിക്കും, വളരെ ടൈം എടുത്തായിരിക്കും. ഡോക്ടർമാർ പോലും ചിലപ്പോൾ അത് തെറ്റിദ്ധരിച്ചേക്കാം ഇത് മരണമാണ്. ആദ്യ റിപ്പോർട്ടിൽ 15 ദിവസം ജീവയുടെ കല്ലറയിലായിരുന്നു പറഞ്ഞെങ്കിലും പുതിയ ഫോറൻസിക് റിപ്പോർട്ടുകളൊന്നും പറയുന്നില്ല. ശരീരത്തിലെ പാടുകൾ ജീവൻ രക്ഷിക്കാൻ നടത്തിയ ശ്രമമല്ല, മരണത്തിന് ശേഷം ഉണ്ടാവുന്ന മാംസപേശി ചുരുങ്ങലും സംസ്കാര സമയത്തെ പെട്ടി നീക്കലും കാരണമായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അവരിങ്ങനെയല്ല മരിച്ചത്, അവരടക്കം ചെയ്യുന്നതിന് അപ്പം തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നുള്ള വിധികളും പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള സംശയം കൂടി ആളുകളുടെ മനസ്സിലുണ്ട്. ബൈ.